അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് അറബിക് ആനുവൽ എക്സാം 2024-25 വർഷം ചോദ്യപേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായി പതിവ് പോലെ ഒന്നാമത്തെ ആക്ടിവിറ്റി പാരഗ്രാഫ് നൽകി അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വായിക്കാം. അസ്റാഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫി നഹ്വൽ മുസ്തഷ്ഫ. സയ്യാറത്തുൽ ഇസ്ആഫ് അഥവാ ആംബുലൻസ് ഹോസ്പിറ്റലിന് നേരെ അതിവേഗം പോകുന്നു. അസ്റാ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോവുക എന്നർത്ഥം. കാന ഷാരിഉ മുസ്ദഹിമൻ. റോഡ് മുസ്ദഹിമാണ്, തിരക്കുള്ളതായിരുന്നു. ഫജ്അതൻ ഔഖഫ സായിഖു സയ്യാറത വഖാല ഫി നഫ്സിഹി മാദാ സഅഫ്അലു. പെട്ടെന്ന് ഡ്രൈവർ കാർ നിർത്തി, ഔഖഫ സ്റ്റോപ്പ് ചെയ്തു. വഖാല ഫി നഫ്സിഹി, അവനവൻ്റെ സ്വന്തമായിട്ട് സ്വയം പറഞ്ഞു, മാദാ സഅഫ്അലു, ഞാൻ എന്ത് ചെയ്യും. യഷ്കുൽ മരീളു മിൻ അലമിൻ ഷദീദിൻ. രോഗി അതികഠിനമായ വേദന കാരണത്താൽ വേവലാതി പറയുന്നു. ലാ യസാലു ബൂഖുൽ ഇസ്ആഫി യുസവ്വിതു. ലാ യസാലു എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടേയിരിക്കുക, നടന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ബൂഖുൽ ഇസ്ആഫ്, ഈ ആംബുലൻസിൻ്റെ സൈറൺ, യുസവ്വിതു, അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. സമിഅ ശുർത്തിയുൽ മുറൂരി അൽ ബൂഖ വഹയ്യ അത്വരീഖ. ശുർത്തിയുൽ മുറൂർ അഥവാ ട്രാഫിക് പോലീസ് ഈ ബൂക്ക് കേട്ടു അഥവാ സൈറൺ കേട്ടു, ത്വരീഖിനെ വഴിയെ തയ്യാറാക്കി, റെഡിയാക്കി കൊടുത്തു. വവസലത്തി സയ്യാറത്തു ഇലൽ മുസ്തഷ്ഫ. സയ്യാറത്ത് മുസ്തഷ്ഫയിൽ എത്തിച്ചേർന്നു, ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. വൗദ്ഖിലൽ മരീളു ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ. വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ എന്ന് പറഞ്ഞാൽ ICU. അപ്പോൾ രോഗിയെ വൗദ്ഖിലൽ മരീളു, രോഗി പ്രവേശിപ്പിക്കപ്പെട്ടു, ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ, ICUയിൽ. ഇതാണ് നൽകിയിട്ടുള്ള പാരഗ്രാഫ്. ആദ്യ ചോദ്യം, കൈഫ കാന ഷാരിഉ. ഷാരിഅ് എങ്ങനെയായിരുന്നു? ഷാരിനെ കുറിച്ച് ആദ്യ വരിയിൽ തന്നെ പറയുന്നുണ്ട്. കാന ഷാരിഉ മുസ്ദഹിമൻ, തിരക്കുള്ളതായിരുന്നു. ഓപ്ഷൻസിൽ മുസ്രിയാൻ, മുസ്ദഹിമൻ, ഖാലിയൻ എന്ന് കാണാം. അപ്പോൾ ആൻസർ മുസ്ദഹിമൻ. 2, ഇല ഐന അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്. ഇല ഐന, എങ്ങോട്ടാണ് ഈ സയ്യാറത്തുൽ ഇസ്ആഫ് ആംബുലൻസ് അതിവേഗം പോയത്? പാരഗ്രാഫിലെ ആദ്യ സെൻറ്റൻസ് തന്നെ അതാണ്. അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫി നഹ്വൽ മുസ്തഷ്ഫ. ഓപ്ഷൻസ് നഹ്വൽ മുസ്തഷ്ഫ, നഹ്വ സായിഖ്, നഹ്വ ഷുർത്തി. അപ്പോൾ ഒന്നാമത്തതാണ് ആൻസർ. 3, മൻ ഹയ്യ അത്വരീഖ ലി സയ്യാറ. ഈ ആംബുലൻസിന് വേണ്ടി അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടി ആരാണ് വഴി തയ്യാറാക്കി കൊടുത്തത്? വഴി ഒരുക്കി കൊടുത്തത് ആരാണ്? മൂന്നാമത്തെ ലൈനിൽ സമിഅ ശുർത്തിയുൽ മുറൂരി അൽ ബൂഖ വഹയ്യ അത്വരീഖ. ഈ ബൂക്ക് സൈറൺ കേട്ട് അദ്ദേഹമാണ്, ശുർത്തിയുൽ മുറൂർ അഥവാ ട്രാഫിക് പോലീസാണ് ഒരുക്കി കൊടുത്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻസ് സായിഖ്, മരീള്, ഷുർത്തിയുൽ മുറൂർ. ഉത്തരം ഷുർത്തിയുൽ മുറൂർ. 4, സൗത്തു സയ്യാറത്തിൽ ഇസ്ആഫ്. ഈ ആംബുലൻസിൻ്റെ സൗണ്ട്, ശബ്ദം, അൽ മുറൂർ അൽ ബൂഖ് അത്വരീഖ്. എന്താണ്? അൽ ബൂഖാണ്. അസൈറൺ എന്ന് പറയുന്ന അറബി വാക്കാണ് അൽ ബൂഖ്. 5, ഐന ഉദ്ഖിലൽ മരീളു. രോഗിയെ എവിടെയാണ് പ്രവേശിപ്പിക്കപ്പെട്ടത്? ഐന ഉദ്ഖില, എവിടെ പ്രവേശിപ്പിക്കപ്പെട്ടു? അൽ മരീളു, രോഗി. ഫി സയ്യാറ, കാറിൽ. ഫി ഷാരിഖ്, റോഡിൽ. ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ. പാരഗ്രാഫിൻ്റെ അവസാനം പറയുന്നുണ്ട് ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, ഈ പാരഗ്രാഫ് വായിക്കണം. താഴെ നൽകിയിട്ടുള്ള പിക്ചറുകൾ അത് എന്തിനുള്ളതാണ്, എന്തിൻ്റെ അടയാളമാണ് എന്നുള്ളത് എഴുതണം. അപ്പോൾ ഇതിൽ തന്നെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. യോമൻ ദഹബ മുനീറുൻ മഅ വാലിദിഹി ലിൽ മദീനത്തി ബിസ് സയ്യാറ. ഒരു ദിവസം മുനീർ അവൻ്റെ ഉപ്പയോടുകൂടെ കാറിൽ ടൗണിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ഇന്ദമ വസലത്തി സയ്യാറത്തു ഫിൽ മഫ്രഖി തവക്കഫത്ത് സയ്യാറത്തു ഫനദറ മുനീറുൻ ഇലൽ ഖാരിജി. സയ്യാറത്ത് മഫ്രഖിൽ എത്തിയപ്പോൾ, മഫ്രഖ് എന്ന് പറഞ്ഞാൽ
ജംഗ്ഷൻ. അപ്പോൾ ജംഗ്ഷനിലെത്തിയപ്പോൾ വണ്ടി നിന്നു. മുനീർ പുറത്തേക്ക് നോക്കി. ഫറഅ ഇഷാറത്തുൽ മുറൂരി ഫതദക്കറ അനിൽ അദ്വാഇൽ ഇഷാറ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇഷാറത്തുൽ മുറൂർ കണ്ടു, ട്രാഫിക് സിഗ്നൽസ് കണ്ടു. അപ്പോൾ അവൻ ഓർത്തു അനിൽ അദ്വാഇൽ ഇഷാറ, ട്രാഫിക് ലൈറ്റിന്, സിഗ്നൽ ലൈറ്റിനെ കുറിച്ച്. ബഅദ ബുർഹത്തിൻ വസലാ ഇലൽ മദീനത്തി. അല്പസമയത്തിന് ശേഷം അവർ രണ്ടുപേരും മദീനയിൽ എത്തിച്ചേർന്നു. ഔഖഫൽ വാലിദു സയ്യാറത്ത ഫിൽ മൗഖഫി. അപ്പോൾ ഉപ്പ കാറ് നിർത്തി. എവിടെ നിർത്തി? ഫിൽ മൗഖഫി, പാർക്കിങ്ങിൽ നിർത്തി. വഅബറ ശാരിഅ അല മഖ്ബരിൽ മുഷാത്ത്. മഖ്ബരിൽ മുഷാത്തിലൂടെ അവർ റോഡ് മുറിച്ച് കടന്നു, അഥവാ സീബ്ര ലൈൻ. ഇവിടെ നൽകിയിട്ടുള്ളത് ആദ്യത്തെ തന്നെ സീബ്ര ലൈനാണ്. അപ്പോൾ അതിന് അവസാനത്തെ, ആ പാരഗ്രാഫിലെ ഏറ്റവും അവസാനത്തെ വാക്ക് മഖ്ബറുൽ മുഷാത്ത്. 2 പാർക്കിങ്ങിൻ്റെ ചിഹ്നമാണ്. പാർക്കിങ്ങിൽ നിർത്തി എന്ന് പറഞ്ഞിരുന്നു. ഫിൽ മൗഖിഫ്, അപ്പോൾ ഉത്തരം മൗഖിഫ്, അൽ മൗഖിഫ് എന്നാണ് പാർക്കിങ്ങിന് പറയാം. പിന്നുള്ളത് ലൈറ്റുകളാണ്. അപ്പോൾ സിഗ്നൽ ലൈറ്റിന് പറയുന്നതാണ് രണ്ടാമത്തെ വരിയുടെ അവസാന ഭാഗത്തായിട്ട് കാണാം. അദ്വാഇൽ ഇഷാറ. 4 ജംഗ്ഷനാണ്. ഫസ്റ്റ് ഭാഗത്ത് വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു അൽ മഫ്രഖ്, ജംഗ്ഷൻ എത്തിയപ്പോൾ നിന്നു എന്നുള്ളത്. മഖ്ബറുൽ മുഷാത്തും അൽ മൗഖിഫ്, അൽ അദ്വാഇൽ ഇഷാറ, അൽ മഫ്രഖ്. ഇതാണ് എടുത്ത് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിലെ രണ്ടാമത്തെ ചോദ്യം യോജിച്ച് ചേർക്കാനാണ്. ഈ ട്രാഫിക് സിഗ്നൽസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അൽ അഹ്മറു ചുവപ്പ്, അൽ അസ്ഫറു മഞ്ഞ, അൽ അഖ്ളറു പച്ച. ഈ ലൈറ്റുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ അൽ മഷിയു നടക്കാൻ, പോവാൻ, അൽ മഫ്രഖു ജംഗ്ഷൻ, അൽ വുഖൂഫു നിർത്താൻ, സ്റ്റോപ്പ് ചെയ്യാൻ, അത്തഹയ്യു അത് തയ്യാറാവാൻ, ഒരുങ്ങാൻ. അപ്പം നമുക്കറിയാം അൽ അഹ്മർ ചുവപ്പ് ലൈറ്റാണ് നിർത്താൻ വേണ്ടി, അൽ വുഖൂഫ്. ഒന്നാമത്തെ ഉത്തരം അൽ വുഖൂഫ് എന്നുള്ളതാണ്. അസ്ഫർ രണ്ടാമത്തത് മഞ്ഞ ലൈറ്റ് കത്തുന്നത് യാത്രക്ക് തയ്യാറാകാൻ വേണ്ടിയിട്ടാണ്. നിർത്തിയിട്ട വാഹനങ്ങൾ ഈ ചുവപ്പ് ലൈറ്റ് കത്തുമ്പോൾ നിർത്തിയ വാഹനങ്ങൾ പോകാൻ വേണ്ടി തയ്യാറാകാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ്. അപ്പോൾ തഹയ്യ എന്നുള്ളതാണ് രണ്ടാമത്തത്. 3 അൽ അഖ്ളറു പച്ച ലൈറ്റ്, അത് സഞ്ചരിക്കാനുള്ളതാണ്. അൽ മഷിയോ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ജുംലത്തുൽ ഇസ്മിയയും ഫെയിലിയയും, അഥവാ ജുംലത്തുൽ ഫെയിലിയയും വേർതിരിച്ച് എഴുതാനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ അത് ആദ്യം ആ ജുംലയുടെ സെൻറ്റൻസിൻ്റെ തുടക്കം ഇസ്മു കൊണ്ടായിരിക്കും. ജുംലത്തുൽ ഫെയിലിയ ആകുമ്പോൾ ആ ജുംലയുടെ തുടക്കം ഫെയിൽ കൊണ്ടായിരിക്കും. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അങ്ങനെയുള്ളതൊക്കെ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സൽമാനു ദാരിസുൻ നഷീത്തുൻ. സൽമാൻ വളരെ ഉന്മേഷമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. സൽമാൻ ഒരു പേര് കൊണ്ടാണ് തുടങ്ങിയതെന്നുള്ളതുകൊണ്ട് അത് ഇസ്മിയായ ജുംലയിൽ ഉൾപ്പെടുത്താം. സൽമാനു ദാരിസുൻ നഷീത്തു. യദുർസു ഫി സൊഫിൽ ഖാമിസി. അവൻ 5ാം ക്ലാസ്സിൽ യദുർസു പഠിക്കുന്നു. അത് ഫെയിലാണ്, വെർബാണ്. പഠിക്കുന്നു യദുർസു എന്നുള്ളത്. അതുകൊണ്ട് ഫെയിലിയായ ജുംലയിൽ ആ സെൻറ്റൻസ് നമുക്ക് ഉൾപ്പെടുത്താം. യസ്കുനു ഫിൽ ഖറിയത്തി. ഗ്രാമത്തിൽ താമസിക്കുന്നു. യസ്കുനു താമസിക്കുന്നു എന്നുള്ള ഫെയിലാണ് വന്നത്. ഫെയിലിയായ ജുംലയിൽ ഉൾപ്പെടുത്താം. മദ്റസത്തുഹു കബീറത്തുൻ. അവൻ്റെ മദ്രസ വലുതാണ്. അഥവാ മദ്റസത്തുഹു, മദ്രസ എന്നുള്ള നൗണാണ്, അഥവാ ഒരു പേരാണ്. ഇസ്മാണ് ആദ്യം വന്നത്. അതുകൊണ്ട് ഇസ്മിയായ ജുംലയിൽ എഴുതാം. സൽമാനു അരീഫു സഫി. അതും സൽമാൻ എന്നുള്ളത് ആദ്യം വന്നതുകൊണ്ട് ഇസ്മിയായ ജുംലയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. യുഹാഫിദു അല നവാഫത്തിൽ മദ്രസത്തി. യുഹാഫിദു അവൻ സൂക്ഷിക്കുന്നു ഈ മദ്രസയുടെ വൃത്തിയിലൊക്കെ. അത് യുഹാഫിദു എന്നുള്ള വെർബ് വന്നുകൊണ്ട് ഫെയിലിയായ ജുംലയിൽ എഴുതാം. യുക്രിമുഹു സുമല. യുക്രിമുഹു അവനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളത് ഒരു വെർബായതുകൊണ്ട് അത് ഫെയിലിയായ ജുംലയിൽ എഴുതാം. വഹുവ മഹ്ബൂബുൻ ഫിൽ മദ്രസത്തി. അവൻ മദ്രസയിലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിദ്യാർത്ഥിയാണ്. വഹുവ അവൻ എന്നുള്ളത് ഇസ്മായതുകൊണ്ട്, അവൻ എന്നുള്ള ഇസ്മിനെ അറിയിക്കുന്നൊരു വാക്കാണല്ലോ, അതുകൊണ്ട് ഇസ്മിയായ ജുംലയിൽ നമുക്ക് എഴുതാം. ഇനി അതിലെ ബാ ആണ് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലെ രണ്ടാമത്തെ ചോദ്യം. അവിടെ ഉദാഹരണം നൽകിയിട്ടുണ്ട്. അൽ മിസാലു ഉദാഹരണം. അന അക്തുബു. അന ഞാൻ, അക്തുബു എഴുതുന്നു, ഞാൻ എഴുതുന്നു.
ബ്രാക്കറ്റിൽ യക്തുബു നൽകിയിട്ടുണ്ട്. അപ്പോൾ യക്തുബു എന്നുള്ളതിനെ ഞാൻ എന്നുള്ള അർത്ഥത്തിലേക്ക് മാറ്റുന്നതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനം. അപ്പോൾ അന അക്തുബു, യക്തുബു എന്നതിനെ അക്തുബു ആക്കി മാറ്റി. ഒന്നാമത്തത് ബ്രാക്കറ്റിൽ യജ്ലിസു എന്ന് കാണാം. അപ്പോൾ അക്തുബു ആക്കിയതുപോലെ നമുക്ക് എന്താക്കാം, അജ്ലിസു എന്നാക്കാം, അന അജ്ലിസു. 2 എൽ അബു ആണ്, അപ്പോൾ അൽ അബു, അയാന് പകരം അവിടെ ആ എന്ന് ചേർത്താൽ മതി. ഇനി രണ്ടാമത്തെ ഭാഗത്ത് നക്തുബു, നഹ്നു ഞങ്ങൾ അഥവാ ജം ആണ്, യക്തുബുനെ നക്തുബു ആക്കി മാറ്റി. അപ്പോൾ യജ്ലിസുനെ നമ്മൾ എന്താക്കും, നജ്ലിസു ആക്കും, നഹ്നു നജ്ലിസു. യൽ അബു നെൽ അബു, നഹ്നു നെൽ അബു. ഇങ്ങനെ എഴുതിയാൽ അതിന് നമുക്ക് ശരിയായ ഉത്തരം രേഖപ്പെടുത്താൻ കഴിയും. ഇനി അടുത്തത് നുറത്തിബുൽ കലിമാത്തിൽ ആത്തിയ, താഴെയുള്ള കലിമത്തുകൾ ഓർഡർ ശരിയാക്കാനാണ്. അത്വആമ തുളയ്യ ല, നമ്മൾ പഠിച്ചതാണത്. ലാ തുളയ്യ അത്വആമ, ഭക്ഷണത്തെ നീ നഷ്ടപ്പെടുത്തരുത്. ലാ തുളയ്യ അത്വആമ. 2 വനശ്രബു വലാ നുസ്രിഫു നഅ്കുലു, നഅ്കുലു വനശ്രബു തിന്നും കുടിക്കുകയും ചെയ്യുക, വലാ നുസ്രിഫു അത് ദുർവ്യയം ചെയ്യരുത്. 3 മിനല്ലാഹി നിഅമത്തു അത്വആം. അപ്പോൾ അത്വആം ഭക്ഷണം എന്നുള്ളത് നിഅമത്തുൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള നിഅമത്താണ്. അത്വആമു നിഅമത്തുൻ മിനല്ലാഹ്. 4 ആദത്തുൻ ഹദുറുൽ അത്വഇമത്തി മദ്മൂമത്തുൻ. ഈ ഹദുറുൽ അത്വഇമത്ത് എന്നുള്ളത്, ഭക്ഷണം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് ആദത്തുൻ മദ്മൂമത്തുൻ, ഒരു മോശമായ ഒരു പതിവാണ്, ഒരു സ്വഭാവമാണ്. അപ്പോൾ മോശമായ ശീലമാണെന്നുള്ളത് ആദത്തുൻ മദ്മൂമത്തുൻ. അപ്പോൾ ആദ്യം ഹദുറുൽ അത്വഇമത്ത് എന്ന് കൊടുത്തിട്ട് ആദത്തുൻ മദ്മൂമത്തുൻ. 5 മഹ്മൂദുൻ ഫിൽ ഇൻഫാഖി അൽ ഇഖ്തിസാദു, അൽ ഇഖ്തിസാദു ഫിൽ ഇൻഫാഖി മഹ്മൂദുൻ. അല്ലേ, നമ്മൾ ചിലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കൽ അത് മഹ്മൂദായൊരു കാര്യമാണ്, സ്തുതിക്കപ്പെടേണ്ടതാണ്. 5ാമത്തെ ആക്ടിവിറ്റി, ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ച് ഐന മാത മൻ കൈഫ മത്ത എന്നുള്ള ഈ അദവാത്തുൽ ഇസ്തിഫാമൊക്കെ ഉപയോഗപ്പെടുത്തി, ചോദ്യത്തിൻ്റെ വാക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വായിക്കാം. ദഹബ ഫവാസു മഅ ഉസ്റതിഹി ഇലാ ഹദീഖത്തിൽ ഹയവാനാത്തി ബി മൈസൂർ. ഫവാസ് അവൻ്റെ ഫാമിലിയോട് കൂടെ മൈസൂരിലെ സൂവിലേക്ക് പോയി. വസലു ഫി സാഅത്തിൽ ആശിറത്തി സബാഹൻ, രാവിലെ 10 മണിക്ക് അവിടെ എത്തിച്ചേർന്നു. വതജവ്വലു ഫിഹ വഷാഹദു മുഖ്തലിഫൽ ഹയവാനാത്തി വത്തുയൂറ. അങ്ങനെ അവർ അതിലൊക്കെ ചുറ്റി കണ്ടു. എന്ത് കണ്ടു? ഈ പക്ഷികളെയും അതുപോലെ വ്യത്യസ്തമായ മൃഗങ്ങളെയും അവർ കണ്ടു. കാനത്ത് റിഹ്ലത്തു മുരീഹത്തൻ ജിദ്ദ, യാത്ര വളരെ ആസ്വാദകരമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അവർ എങ്ങോട്ടാണ് പോയത്, അല്ലേ? ഇലാ ഐന എവിടേക്ക്, ദഹബ പോയി, ഇലാ ഐന ദഹബ ഫവാസ് മഅ ഉസ്റതിഹി എന്ന് പറയാം. ഫാമിലിയുടെ കൂടെ എങ്ങോട്ടാണ് പോയത്. അതുപോലെ ആരാണ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, ഫവാസിൻ്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് ചോദിക്കാമല്ലോ. അപ്പോൾ മഅ മൻ, ആരുടെ കൂടെ പോയി എന്നുള്ളതിന് മഅ മൻ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ കാന മഅ ഫവാസ്, ഫവാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മൻ ആര് എന്ന് കൊടുക്കാം. ഒക്കെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ചേർക്കാൻ കഴിയുന്നതാണ്. പിന്നെ അതുപോലെ അവർ എപ്പോൾ എത്തിച്ചേർന്നു. വസലു ഫി സാഅത്തി ആശറ, 10 മണിക്ക് എത്തി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എപ്പോൾ എന്നുള്ള മത്ത ഉപയോഗിച്ചിട്ട് മത്ത വസ്വല, അവരെപ്പോൾ എത്തി എന്നുള്ളത് ചോദിക്കാം. അതുപോലെ അവരെന്താ അവിടെ കണ്ടത്, അല്ലേ? ഷാഹദു അവർ കണ്ടു, മുഖ്തലിഫൽ ഹയവാനത്തിൽ തുയൂർ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത്, മാത ഷാഹദു അവർ എന്ത് കണ്ടു എന്നുള്ളത് ചോദിക്കാം. ഇതിനോട് കൂടെ മാത ഷാഹദു ആ ഫവാസ് എന്നൊക്കെ കൊടുക്കാം. ഫവാസ് ഉസ്റത്തിഹി ഉസ്റത്തുഹു എന്നൊക്കെ ചേർത്ത് കൊടുക്കണം. അതുപോലെ പിന്നെ കൈഫ കാനത്തി രഹല, ഈ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ഈ കാനത്തി രഹലത്ത് മുരിഹത്ത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കൈഫ എന്നുള്ള ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഐന എവിടെ, മാത എന്ത്, മൻ ആര്, കൈഫ എങ്ങനെ, മത്ത എപ്പോൾ. ഇനി 6ാമത്തെ ആക്ടിവിറ്റി, ഒരു കവിത തന്നിട്ടുണ്ട്. അതിൽ വിട്ട ഭാഗങ്ങൾ പൂർത്തീകരിക്കാനാണ്.
അഹ്ലറു അഹ്ലറു ലൗനി അഹ്ലറു. അഹ്ലറു എന്ന് നമുക്കറിയാം ഗ്രീന് പച്ച. അപ്പോൾ അഹ്ലറു അഹ്ലറു പച്ച പച്ച 2 പ്രാവശ്യം ആ നിറം അവിടെ പറഞ്ഞു. ലൗനി എൻ്റെ നിറം അഹ്ലറു പച്ചയാണ്. കാരണം ഇതിങ്ങനെ പറയാൻ ഇതുപോലെ നമുക്കിനി അടുത്ത കളറ് നമുക്ക് എഴുതുമ്പോൾ ഇതുപോലെ എഴുതാം. അപ്പോൾ 3ാമത്തെ വരിയിൽ അസ്ഫറു എന്ന് അവിടെ ഉണ്ട് മഞ്ഞ. അപ്പോൾ അതിന് മുമ്പത്തെ വേർഡും അസ്ഫറു എന്ന് തന്നെ എഴുതിയാൽ മതി. കാരണം അഹ്ലറു അഹ്ലറു 2 പ്രാവശ്യം എഴുതിയ പോലെ അസ്ഫറു അസ്ഫറു നമുക്കിവിടെ എഴുതാം. ലൗനി എൻ്റെ നിറം വീണ്ടും അസ്ഫറു എന്ന് എഴുതാം. പിന്നെ അടുത്തത് പൂരിപ്പിക്കാനുള്ളത് ജിസ്മി എന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ മുകളിൽ ജിസ്മി നഹീലുൻ എന്നാണ്. ജിസ്മി എൻ്റെ ശരീരം നഹീലാണ്, ഇത് പിന്നെ മെലിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ മെലിഞ്ഞതല്ല, പിന്നെ നമുക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ സെമീനുൻ എന്ന് എഴുതാം. ജിസ്മി എൻ്റെ ശരീരം സെമീനുൻ തടിച്ചതാണ്. പിന്നെ അരീലുൻ എന്നുണ്ട്. അപ്പോൾ ഷക്കിലി തൊവീലു എന്നാണ് മുകളിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഷക്കിലി എന്ന് എഴുതാം. അപ്പോൾ ജിസ്മി സെമീനുൻ ഷക്കിലി അരീലുൻ. പിന്നെ അവിടെ ഒരു വാക്ക് തന്നിട്ടുള്ളത് അഹ്മർ എന്നാണ്, ചുവപ്പ്. അപ്പോൾ മുകളിലത്തെ പോലെ തന്നെ അഹ്മർ അഹ്മർ ലൗനി അഹ്മർ എന്നാക്കാം. പിന്നെ 2ാം പ്രാവശ്യം നമ്മൾ എഴുതിയ പോലെ ജിസ്മി സെമീനുൻ തന്നെ എഴുതാം. പിന്നെ ഷക്കിലി ജമീലുൻ. അപ്പോൾ മുകളിൽ ഇങ്ങനെ നോക്കിയിട്ട് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത് അതിനനുസരിച്ച് അങ്ങനെ എഴുതിയാൽ അത് പൂർത്തിയാക്കാൻ സാധിക്കും.